പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയത് കനത്ത വ്യോമാക്രമണം തന്നെയായിരുന്നു. കാബൂളിലും കാണ്ഡഹാറിലും ഒക്കെ നടത്തിയ ആക്രമണത്തിൽ 133 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. എന്നാൽ പാകിസ്ഥാനെ നാണം കെടുത്തിക്കൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ മറ്റൊരു രീതിയിൽ തിരിച്ചടിച്ചത്. ഇത്തരം ഒരു പ്രവൃത്തി ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യക്കെതിരെ ചൈനയുടെ സഹായത്തിൽ പാകിസ്ഥാൻ നടത്തിയിരുന്നു. അതായത് ഇന്ത്യയുടെ റഫേൽ അടക്കമുള്ള വിമാനങ്ങൾ തകർന്നു എന്ന് വ്യാജ വീഡിയോ സഹിതം വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു. കേരളത്തിലെ ചില ഓൺലൈൻ മീഡിയ അടക്കം ഇത് വലിയ വാർത്തയായി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. വലിയ ആഘോഷമാക്കിയ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അതേ നാണയത്തിൽ തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ F-16 എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനം തങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഡിഫൻസ് എന്ന് പറയുന്ന എക്സ് അക്കൗണ്ടിലൂടെ വലിയ രീതിയിലുള്ള വീഡിയോ പ്രചരണമാണ് മുൻപോട്ട് പോകുന്നത്. എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇതിലുള്ള ഈ നമ്പറുകളും മറ്റുമൊക്കെ തെറ്റാണ് വിമാനത്തിന്റെ എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്, ഇല്ലെങ്കിൽ അത്തരത്തിൽ പറയുന്നുണ്ട്. അവർ പറയുന്നത് റോയിട്ടേഴ്സോ ഇല്ലെങ്കിൽ അൽ ജസീറയോ ഒന്നും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അന്ന് ഇന്ത്യയുടെ വിമാനങ്ങൾ തകർന്നു എന്ന് ഇന്റർനാഷണൽ മീഡിയാസും ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷെ റോയിട്ടേഴ്സ് അടക്കം പറഞ്ഞ പാകിസ്ഥാനിലെ ചില ഗ്രാമങ്ങളിൽ ഇങ്ങനത്തെ വിഷ്വൽസുകൾ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടു വരി എഴുതാൻ അവർ മറക്കുകയും ചെയ്തില്ല. ഏതായാലും ഇപ്പോൾ ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ത്യക്കെതിരെ വ്യാജ ചിത്രങ്ങളും വീഡിയോകളും ഇറക്കി പ്രചരണം നടത്തിയ പാകിസ്ഥാൻ ഇപ്പോൾ അതേ തന്ത്രത്തിൽ താലിബാന്റെ മുമ്പിൽ പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ലോകത്തോട് കരഞ്ഞു നിലവിളിക്കുകയാണ് പാകിസ്ഥാൻ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ഒരുപക്ഷെ വ്യാജ വീഡിയോ തന്നെ ആകാനാണ് സാധ്യതകൾ കൂടുതൽ. പക്ഷേ ഇപ്പോഴാണ് പാകിസ്ഥാൻ ഈ വ്യാജ വീഡിയോ ഇറക്കി തങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി തങ്ങൾ വിജയിച്ചു എന്ന് വരുത്തി തീർക്കുക നടത്തുന്ന നാടകം തിരിച്ചടിയായി മാറിയത് ഇപ്പോഴാണെന്ന് മാത്രം. ഏതായാലും ഇതിനെ ഒരുപക്ഷെ ഇന്ത്യക്കാർ വളരെ കൗതുകത്തോടു കൂടിയായിരിക്കും ഇതിനെ കാണുന്നത്. കാരണം ഇന്ത്യക്കെതിരെ ഇതേപോലെ ചൈനയുടെ സഹായത്തിൽ വീഡിയോ നിർമ്മിച്ച് കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ റഫാൽ അടക്കം 8 വിമാനങ്ങൾ 10 വിമാനങ്ങൾ 11 വിമാനങ്ങൾ തകർത്തു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പാകിസ്ഥാന്റെ 2 F-16 വിമാനങ്ങൾ തകർത്തിരുന്നു. പിന്നീട് നമ്മുടെ സൈന്യം അവരുടെ തകർന്ന വിമാനത്താവളങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അവിടെ തകർന്നു കിടക്കുന്ന വിമാനങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏതായാലും ഇന്ത്യ ആക്രമിച്ച സ്ഥലത്തിന്റെയൊക്കെ വിഷ്വൽസുകൾ ലോകമെമ്പാടും ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ സൈന്യം തന്നെ അത് പുറത്തുവിട്ടിരിക്കുന്ന കാര്യമാണ്. അതൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമായിരുന്നു നമ്മളത് പുറത്തുവിട്ടത്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ആദ്യ തിരിച്ചടി അവർ മുൻപ് ഇന്ത്യയോട് ചെയ്ത അതേ നാണയത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് വിധിയുടെ ഒരു വിളയാട്ടം എന്ന് തന്നെ പറയാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.